വെൽക്കം ടു ഫിറ്റ് തെറാപ്പി. നമ്മൾ പലരും പറയാറുണ്ട്, നമ്മൾ എത്രയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ഡയറ്റ് ചെയ്തിട്ടും വെയിറ്റ് ലോസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഫാറ്റ് കുറയുന്നില്ല. എന്താണ് കാരണം? ഇതിന് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ മെറ്റബോളിസമായി. ഞാൻ നന്ദു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാലറി നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് മെറ്റബോളിസം. ഇത് പലരിലും പല അളവിൽ, ചിലർക്ക് ഭയങ്കര കുറവായിരിക്കും, ചിലർക്ക് ഒരു മോഡറേറ്റ് റേറ്റ്, ചിലർക്ക് ഭയങ്കര അധികമായിരിക്കും. സോ നമുക്കറിയാവുന്ന പലരും ഉണ്ട്, എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും അവർ വണ്ണം വെക്കാറിയും, അതായത് ഫാറ്റ് കയറാറ്. പക്ഷെ പലരുണ്ട്, നമ്മളെ ചെറുതായിട്ട് കഴിച്ചാൽ തന്നെ ഫാറ്റ് കയറും അവരുടെ ബോഡി. ഇതിനൊരു പ്രധാന കാരണമാണ് ഈ മെറ്റബോളിസം. ഹൈ മെറ്റബോളിസം ഉള്ളവർക്ക് വലുതായിട്ട് ഫാറ്റ് അവരുടെ ബോഡിയിൽ കയറും. ഇതിന് കാരണം ഈ കഴിക്കുന്ന ഫുഡിനെ അത് എനർജി ആയിട്ട് അവർ യൂസ് ചെയ്യുന്നു. സോ മെറ്റബോളിസം ലോ ആയിട്ടുള്ളവർക്ക് ഒരു പ്രധാന പ്രോബ്ലം ഇത് തന്നെയാണ്, അമിതമായിട്ട് വണ്ണം വെക്കുക, അതായത് വെയിറ്റ് ഗെയിൻ. ഫാറ്റ് നല്ല രീതിയിൽ അവരുടെ ബോഡിയിൽ കൂടും. വെയിറ്റ് ഗെയിൻ മാത്രമല്ല, മെറ്റബോളിസം നമ്മളെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യും, എന്തിന് നമ്മുടെ ഫെർട്ടിലിറ്റി, അതുപോലുള്ള പല രീതിയിലും നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെറ്റബോളിസം. സോ ഈ മെറ്റബോളിസത്തിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഒരു ഹൈ മെറ്റബോളിസം ആക്കാൻ പറ്റും? ഒന്നാമതായി നല്ല രീതിയിൽ ഉറങ്ങുക. നമുക്ക് പലരെ അറിയാം, അവരൊരു 3 to 4 hours സ്ലീപ്പ് ചെയ്യാറ്, അതായത് നല്ല രീതിയിൽ ഉറക്കമില്ലാതെ നമ്മളൊരു മിനിമം 6 to 8 hours എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവും, അതായത് കോർട്ടിസോൾ. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം, വെള്ളം, വാട്ടർ. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ കുടിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് കുടിക്കാന്ന് വേണ്ട, ഒരു മിനിമം നമ്മുടെ ഒരു 2 to 3 ലിറ്റർ വാട്ടർ ഒരു ദിവസം കുടിച്ചാൽ മതി. സോ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് വർക്കൗട്ട്. വർക്കൗട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഹിറ്റ് കൈൻഡ് ഓഫ് വർക്കൗട്ട് നമ്മളുടെ വർക്കൗട്ട് ടൈപ്പിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 3 to 4 days ഇൻ എ വീക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഹിറ്റ് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സലന്റ് ടൈപ്പ് ഓഫ് വർക്കൗട്ട് ആണെന്ന് പല സ്റ്റഡീസും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വർക്കൗട്ടിൽ മാക്സിമം ഹിറ്റ് ടൈപ്പ് വർക്കൗട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഡയറ്റ്. ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഞാനിപ്പോൾ ഒന്നും കഴിക്കാറേ ഇല്ല എന്നിട്ടും പിന്നെ വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടെന്നാൽ അവരൊരു ലോ കാലറി ഡയറ്റിൽ ബോഡി കുറേ നാൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേന് അവരുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അവരുടെ ബോഡിക്ക് അത്രയും തന്നെ എനർജി ബോഡി യൂസ് ചെയ്യുന്നില്ല. സോ ഇത് അവരുടെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യാൻ ഒരു പ്രധാന കാരണം. സോ അതുകൊണ്ട് നമ്മൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയറ്റ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാക്സിമം 1 month ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, നെക്സ്റ്റ് മന്ത് വേറൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വർക്കൗട്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.